ക്രോണിക് ആസ്മയുള്ള ആൾക്കാർ വർഷങ്ങളായിട്ട് ഇൻഹേലറൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് സ്ട്രെസ് റിലീസിങ് ടെക്നിക്സ് ഡെവലപ്പ് ചെയ്തു. അത് 2 മിനിറ്റ് ടെക്നിക്സാണ്. ഈ ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സിസ്റ്റമാണ്. അതായത് ബ്ലഡ് പോലെ തന്നെ വേറൊരു സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യാം. അപ്പം മിക്കവാറും ഡയബറ്റീസ് ഉള്ള ആൾക്കാരിൽ ലിംഫാറ്റിക് സിസ്റ്റം ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഹൈ ആണെന്നതുകൊണ്ട് മാത്രം ഡയബറ്റീസ് ഉണ്ടെന്ന് അർത്ഥമില്ല. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഹൈ ആവാൻ ഒരുപാട് കാരണങ്ങൾ യുവാക്കളോടാണ് ശരിക്കും പറയാനുള്ളത്. കാരണം നമുക്ക് ഡയബറ്റീസ് മാനേജ് ചെയ്യാൻ എളുപ്പമാണ്. ഒരു എക്സ്പേർട്ട് ഡോക്ടറെ അടുത്ത് തന്നെ പോവുക, എന്നിട്ട് ആ ഡയബറ്റീസ് മാറ്റുക. ഇറ്റ് ഈസ് പോസിബിൾ നോ. ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സർ, ഈ സാറിൻ്റെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസിൽ ഡയബറ്റിക്സ് അല്ലാതെ മറ്റെന്തെങ്കിലും രോഗങ്ങളായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഇത്തരത്തിലുള്ള പ്രോഗ്രാം പോലെ മാറ്റിയെടുക്കാൻ കഴിയുമോ? അപ്പം തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഇതേ മെത്തേഡ് വെച്ച് തന്നെയാണ് അതും മാറ്റുന്നത്. അത് എത്തരത്തിലുള്ള രോഗങ്ങളാണ്? ഞാൻ പറയാം, ഇപ്പോൾ ക്രോണിക് ആസ്മയുള്ള ആൾക്കാർ വർഷങ്ങളായിട്ട് ഇൻഹേലറൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർ. അപ്പോൾ അവർ ഈ ഇൻഹേലറും മരുന്നും ഒക്കെ ഉപയോഗിക്കുന്നെങ്കിലും അവർക്ക് ഇപ്പോൾ ഒരു വെയിലടിച്ചാലോ അല്ലെങ്കിൽ ഒരു മഴ നനഞ്ഞാലോ ഇച്ചിരി പൊടി അടിച്ചാലോ വീണ്ടും അവർക്ക് ആ സിംറ്റംസ് വരുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ നമ്മൾ ഇതിൽ കൂടെ ഈ പ്രോസസ്സ് കൂടെ ആ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൂടെ മാറ്റിക്കഴിഞ്ഞാൽ, മരുന്നില്ലാതെ മാറ്റിക്കഴിഞ്ഞാൽ, ഒരു വർഷം കൊണ്ട് അത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആയുഷ്കാലത്ത് അവർക്ക് വരത്തില്ലെന്ന് മാത്രമല്ല, അവർക്ക് പിന്നെ വെയിലത്തിറങ്ങിയാലും മഴയത്തിറങ്ങിയാലും പൊടിയടിച്ചാലും അവർക്കൊരു പ്രശ്നവുമില്ല. അങ്ങനെയുള്ള ധാരാളം പേഷ്യൻസ് എനിക്കുണ്ട്. പിന്നെ അതേപോലെ മറ്റ് രോഗങ്ങളുണ്ട്. ഇപ്പോൾ PCOD അല്ലെങ്കിൽ ഇപ്പോൾ ചില ടൈപ്പ് അൾസേഴ്സ് കാലിലേക്ക് വരുന്നുണ്ട്. ഭയങ്കര പെയിൻഫുൾ അൾസേഴ്സാണ്. അതുപോലെ ഈ പിന്നെ പറയുന്ന നരമ്പിൻ്റെ ചില രോഗങ്ങളൊക്കെ ഉണ്ട്. അതായത് മയാൾജിയ എന്നൊക്കെ പറയും. പിന്നെ ഈ ന്യൂറാൾജിയാസ് ഉണ്ട്. ഇതും നമ്മുടെ മയാൾജിയയും മാറും, ന്യൂറാൾജിയയും മാറും. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ആയുഷ്കാലം മരുന്ന് കഴിച്ച് വേദന കടിച്ച് തിന്ന് ജീവിക്കുന്ന ആൾക്കാരാണ്. പിന്നെ പാരാലിസിസ് വന്ന ആൾക്കാർ, ഇപ്പോൾ എന്തെങ്കിലും രീതിയിൽ സ്ട്രോക്കൊക്കെ വന്നിട്ട് പലച്ച് വന്നാൽ അത് പെട്ടെന്ന് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതേപോലുള്ള ഒരുപാട് രോഗങ്ങൾ, ഇപ്പോൾ PCOD, ഡിപ്രഷൻ, ആങ്സൈറ്റി, ഇതൊക്കെ നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിൽ കൂടെ അവരെ അതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഫ്രാങ്ക് സൈക്കാട്രി, ഇപ്പോൾ 10 വർഷത്തോളമൊക്കെ മരുന്ന് കഴിച്ച് വെജിറ്റബിൾ സ്റ്റേജിലായിട്ടുള്ള ആൾക്കാർ വരാറുണ്ട്. അവർ നമ്മൾ പറയുന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ഒരു വർഷത്തിനുള്ളിൽ ആ മെഡിസിൻസിൽ നിന്ന് കംപ്ലീറ്റ് രക്ഷപ്പെടാനും അവരൊരു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും കഴിയും. പക്ഷേ സൈക്കാട്രിക് ഇൽനെസ്സൊക്കെ ഉള്ള ആൾക്കാർ നമ്മൾ പറയുന്നത് കേട്ടില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത് ഏത് ഇൽനെസ് ആണെങ്കിലും ശരി തന്നെ നമ്മൾ പറയുന്ന രീതിയിൽ നമ്മുടെ ട്രാക്കിൽ വന്നാൽ മാത്രമേ അവരെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റൂ. സാറിൻ്റെ ഈ തെറാപ്പി ഏത് രീതിയിലാണ്, എത്തരത്തിലാണ് ഇത് ചെയ്യുന്നത്? നമ്മൾ ഫോളോ ചെയ്യുന്ന തെറാപ്പി എന്ന് പറയുന്നത്, ഇത് നമ്മൾ 4 പ്രോട്ടോക്കോളാണ് ഫോളോ ചെയ്യുന്നത്. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് ഡയറ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഡയറ്റ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് തെറ്റിദ്ധരിക്കാം. അപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മൾ ഡയബറ്റിക് ഡയറ്റ് എന്ന് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ 1000 ഡയറ്റ് വരും. ആ ഡയറ്റേ അല്ല ഇത്. നമ്മുടെ ഡയറ്റ് എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽ അനുസരിച്ച് ചേഞ്ച് ചെയ്യും. അയാളുടെ ഹിസ്റ്ററിയും അയാളുടെ ടോളറൻസ് ലെവൽ അനുസരിച്ച് ചേഞ്ച് ചെയ്യും. അത് തന്നെ നമ്മൾ പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്ററിലെ ഡയറ്റ് അല്ല സെക്കൻഡ് ട്രൈമസ്റ്റർ. ഒരു വർഷത്തിൽ 4 ട്രൈമസ്റ്റർ ഉണ്ടെങ്കിൽ ഓരോ ട്രൈമസ്റ്ററിലും ഡയറ്റ് വേരി ചെയ്യും. അതിനനുസരിച്ച് നമ്മുടെ സെക്കൻഡ് പിന്നെ പ്രോട്ടോക്കോളാണ് എക്സസൈസ്. എക്സസൈസ് എന്ന് പറഞ്ഞാൽ സാധാരണ എക്സസൈസ് അല്ല. നമ്മളൊരു പെക്യൂലിയർ ടൈപ്പിലുള്ള ഒരു 5 ടൈപ്പ് എക്സസൈസസ് കമ്പൈൻ ചെയ്ത് അവർ കറക്റ്റ് പ്രൊപ്പോർഷനിലാണ് അവർക്ക് കൊടുക്കുന്നത്. ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റിൻ്റെ ഒരു എക്സസൈസാണ് ഇത്. നമ്മളിപ്പം 20 വയസ്സ് മുതൽ 67 വയസ്സ് അല്ലെങ്കിൽ 70 വയസ്സുള്ളവർക്കും ചെയ്യാൻ കഴിയുന്ന എക്സസൈസുകളാണ്. അപ്പോൾ ഈ എക്സസൈസുകൾ പ്രോപ്പറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവരുടെ മസിൽസിലെല്ലാം ചേഞ്ച് വരും. അപ്പോൾ അത് രണ്ടാമത്തെ പ്രോട്ടോക്കോളാണ്. അപ്പോൾ ഇതും നമ്മൾ ഓരോ സ്റ്റേജിലും വ്യത്യാസപ്പെടുത്തിക്കൊണ്ടിരിക്കും. മൂന്നാമത്തെ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ സ്ട്രെസ് മാനേജ്മെൻറ്റ്. ഈ സ്ട്രെസ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. സ്ട്രെസ് ഉണ്ടെങ്കിലേ നമുക്ക് പരീക്ഷ ജയിക്കാൻ പറ്റത്തുള്ളൂ. നമ്മളൊരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് നടത്തണമെങ്കിൽ സ്ട്രെസ്സ് വേണം. പക്ഷേ അനാവശ്യമായ സ്ട്രെസ്സ്, സസ്റ്റെയിൻഡ് സ്ട്രെസ്സ്, അത് നമ്മൾ ഒഴിവാക്കണം. ഇപ്പോൾ പണ്ട് ഞാനൊരു ചെറിയ കഥ പറയാം, സമയമുണ്ടോയെന്നറിയില്ല. അതായത് ഈ പണ്ടൊക്കെ നമ്മൾ ഈ പിന്നെ ഹണ്ടർ ഗാദറേഴ്സായിരുന്നു. അത് കാട്ടിലാണ് നമ്മൾ ജീവിച്ചിരുന്നത്. അപ്പോൾ അന്ന് നമ്മൾ രാവിലെ അല്ലെങ്കിൽ വേട്ടയാടി മൃഗങ്ങളെ വേട്ടയാടി വേണം ഭക്ഷിക്കാൻ. അപ്പോൾ അന്ന് ഏത് സമയവും എപ്പോഴും വേണമെങ്കിലും ഒരു പുലി നമ്മുടെ മുമ്പിൽ വന്ന് പെടാം, അല്ലെങ്കിൽ നമ്മൾ ഒരു വേട്ടമൃഗം നമ്മുടെ മുമ്പിൽ വന്ന് പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ സുരക്ഷ നമ്മൾ ഉറപ്പാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ കുറച്ച് ചേഞ്ചസ് വരും. ഒരു
ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് കൊണ്ട് ഒരുപാട് ഗ്ലൂക്കോസ് റിലീസ് ചെയ്ത് ഒരുപാട് എനർജി റിലീസ് ചെയ്യും പെട്ടെന്ന്. അതിന് സഹായിക്കുന്ന ഒരു ഹോർമോണാണ് നമ്മുടെ ആൾഡോസ്റ്റിറോൺ എന്നൊക്കെ പറയുന്ന ഹോർമോൺസ്. അപ്പോൾ ഈ ഹോർമോൺസ് പെട്ടെന്ന് ഉണ്ടാവുകയും നമ്മുടെ BP കൂടുകയും ഹൃദയമിടിപ്പ് കൂടുകയും നമ്മുടെ മസിൽസിൽ രക്തം എരച്ച് കയറുകയും ചെയ്ത് നമുക്ക് ഇമ്മീഡിയറ്റ്ലി 1 മിനിറ്റിനകത്ത് നമ്മൾ ഓടി മരത്തിൻ്റെ മുകളിൽ കയറണം, അല്ലെങ്കിൽ വേറൊരു കുന്നിൻ്റെ മുകളിൽ കയറണം. അപ്പോൾ അത്രയ്ക്കുള്ള എനർജി നമുക്ക് ആ വിതിൻ എ സ്മോൾ ഫ്രാക്ഷൻ ഓഫ് സമയം കൊണ്ട് നമുക്ക് പറ്റും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഈ സമയം ഈ ആൾഡോസ്റ്റിറോൺ ഒരു ബേസ്റ്റ് ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി മൊത്തത്തിൽ ആക്ടിവേറ്റഡ് ആവുകയാണ്. BP കൂടുന്നുണ്ട്, ബ്ലഡ്, പിന്നെ അതുപോലെ തന്നെ എല്ലായിടത്തിലേക്കും ബ്ലഡ് റഷ് ചെയ്ത് വന്നിട്ട് ഗ്ലൂക്കോസ് മെറ്റബോളിസം ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്, എനർജി കൺവേർഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആ പുലി പോയി കഴിയുമ്പോൾ തീരുകയാണ്, വീണ്ടും നോർമൽ സ്റ്റേറ്റിലേക്ക് വരികയാണ്. പക്ഷേ ഇന്ന് ആധുനിക ജീവിതത്തിൽ നമ്മുടെ വീട്ടിനകത്ത് പുലിയുണ്ട്, വീട്ടിൻ്റെ പുറത്ത് പുലിയുണ്ട്, ഓഫീസിൽ ചെന്നാൽ അവിടെ പുലിയുണ്ട്, റോഡിൽ കയറി ഇറങ്ങിയാൽ അവിടെ പുലിയുണ്ട്, എല്ലായിടത്തും പുലിയെ കാണാം. അപ്പോൾ ഈ സ്ട്രെസ്സ് മനുഷ്യരൂപത്തിലാണെന്നേ ഉള്ളൂ പുലി. അപ്പോൾ ഈ സ്ട്രെസ്സ് സസ്റ്റെയിൻഡ് സ്ട്രെസ് ആവുന്നു. അപ്പോഴാണ് നമുക്ക് രോഗാവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ ആ സ്ട്രെസ്സ് എങ്ങനെ മാറ്റാം? ഇപ്പോൾ യോഗ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. പക്ഷേ അതിനൊന്നും ആളുകൾക്ക് പോകാൻ സമയമില്ല. നല്ലതാണ്, പക്ഷേ അത് ഒരുപാട് അവർ ചെയ്യത്തില്ല. കൂടിപ്പോൾ 1 മാസം ചെയ്യും, 2 മാസം ചെയ്യും, അത് കഴിഞ്ഞ് അവർ ഡ്രോപ്പ് ചെയ്യും. നമ്മൾ കുറച്ച് സ്ട്രെസ് റിലീസിങ് ടെക്നിക്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് 2 മിനിറ്റ് ടെക്നിക്സാണ്. ഇത് യാത്ര ചെയ്യുമ്പോഴും ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഓഫീസിൽ ഇരുന്നും ചെയ്യാം. പിന്നെ കുറച്ച് മൈൻഡ്ഫുൾനെസ്സും ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തുള്ള സ്ട്രെസ് റിലാക്സേഷൻ ടെക്നിക്സ് ഉണ്ട്. ഇത് നമ്മൾ ട്രെയിൻ ചെയ്യും. അവരെ ട്രെയിൻ ചെയ്തെടുക്കുമ്പോൾ നാച്ചുറലി അവരുടെ സ്ട്രെസ്സൊക്കെ നന്നായിട്ട് കുറയും, മരുന്നില്ലാതെ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും, അവർക്ക് ബോഡിക്ക് നല്ല റിലാക്സേഷൻ കിട്ടും, മൈൻഡിന് റിലാക്സേഷൻ കിട്ടും, ക്ലാരിറ്റി കിട്ടും. അപ്പോൾ അസുഖങ്ങൾ ഡെഫിനറ്റ്ലി കുറയും. അത് വന്നു. പിന്നെ 4ാമത്തെ ഈ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് നമ്മൾ ഈ എക്സസൈസ് തന്നെ നമ്മൾ നല്ല രീതിയിൽ, നേരത്തെ ഞാൻ പറഞ്ഞു ആ എക്സസൈസ് പ്രോപ്പറായിട്ട് ചെയ്താൽ നമ്മളുടെ ഈ ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സിസ്റ്റമാണ്. അതായത് ബ്ലഡ് പോലെ തന്നെ വേറൊരു സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യണം. അപ്പം മിക്കവാറും ഡയബറ്റീസ് ഉള്ള ആൾക്കാരിൽ ലിംഫാറ്റിക് സിസ്റ്റം സ്റ്റാഗ്നൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത് സ്റ്റാഗ്നൻ്റ് ആകുമ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുകയും ഡയബറ്റീസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ലിംഫാറ്റിക് സിസ്റ്റത്തെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ, അതിന് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന അക്യുപഞ്ചർ, അക്യുപ്രഷർ ഇങ്ങനെയുള്ള സംവിധാനങ്ങളാണ്. ഇത് വളരെ എഫക്റ്റീവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ അക്യുപഞ്ചർ, അക്യുപ്രഷർ അതിൻ്റെ ടെക്നിക്സും കൂടെ ഇതിൽ ഉൾപ്പെടുത്തുമ്പോൾ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് ഗ്ലാൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും നമ്മുടെ ഞരമ്പുകൾ കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യാനും ബ്ലഡ് സർക്കുലേഷൻ ആക്ടിവേറ്റ് ചെയ്യാനും ഒക്കെ അത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ 4 പ്രോട്ടോക്കോൾ വെച്ചിട്ടാണ് നമ്മൾ പിന്നെ ഡയബറ്റീസ് മാറ്റുന്നത്. ഈ ഡയബറ്റിക്സിൽ വരുന്ന ആളുകൾക്ക് പലപ്പോഴും തോന്നലുകളുമായിട്ട് ഡയബറ്റിക്സ് ആണോ അല്ലയോ എന്ന് പറഞ്ഞു വരുന്ന ആളുകളുണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഡയബറ്റിക്സ് ആണോ അല്ലെങ്കിൽ ഉണ്ടോ, ചെറിയൊരു അളവ് കൂടുമ്പോൾ തന്നെ അത് ഡയബറ്റിക്സ് ആണ് എന്ന് പറഞ്ഞ് ഭയപ്പെടുന്ന വരുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്ക് എങ്ങനെയാണ് നമ്മൾ അവരെ കൈകാര്യം ചെയ്യേണ്ടത്? ഇവിടെ ഈ ഡയബറ്റീസ് ആണ് എന്ന് പറഞ്ഞ് തന്നെ വരുന്ന കുറേ പേരുണ്ട്. അപ്പോൾ ഇവർ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എടുത്തുകൊണ്ടായിരിക്കും വരുന്നത്. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഇച്ചിരി ഹൈ ആയിരിക്കും. പക്ഷേ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഹൈ ആണെന്നതുകൊണ്ട് മാത്രം ഡയബറ്റീസ് ഉണ്ടെന്ന് അർത്ഥമില്ല. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഹൈ ആവാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിന് ഡയബറ്റീസ്, ഇപ്പോൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കൂടിയ എല്ലാവർക്കും ഡയബറ്റീസ് ഉണ്ടെന്ന് അർത്ഥമില്ല. അതായത് ഇപ്പോൾ സ്ട്രെസ് ലെവൽ കൂടുതലുള്ള, ആങ്സൈറ്റി കൂടുതലുള്ള ആൾക്കാർക്ക് മിക്കവാറും ഫാസ്റ്റിംഗ് ലെവൽ ബ്ലഡ് ഷുഗർ കൂടുതലായിരിക്കും. അതെന്തുകൊണ്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ സ്ട്രെസ് ഹോർമോൺസ്, ഈ സ്ട്രെസ് ഹോർമോൺസ് നമ്മൾ സാധാരണ രാവിലെയാണ് കൂടുതൽ ബ്ലഡിലേക്ക് സെക്രേറ്റ് ചെയ്യുന്നത്. കാരണം നമുക്ക് രാവിലെ എണീച്ച് നമ്മുടെ ജോലികൾ ചെയ്യണം, എനിക്ക് ഇന്നടത്ത് പോകണം, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാനുണ്ട്, അതൊക്കെ കൊണ്ട് അത് നമ്മൾ രാത്രി കിടക്കുമ്പോഴേ നമ്മുടെ മൈൻഡിലുണ്ട്. അപ്പോൾ രാവിലെ ആകുമ്പോൾ ഈ ഹോർമോൺസ് റിലീസ് ചെയ്ത് നമ്മളെ അത് ചെയ്യാൻ സജ്ജരാക്കുക, അതിനുവേണ്ടിയാണ് ഈ ഹോർമോൺസ്. പക്ഷേ ഈ ആങ്സൈറ്റി ഉള്ളവരിൽ ഈ ഹോർമോൺസിൻ്റെ സെക്രീഷൻ കുറച്ച് കൂടുതലായിരിക്കും. കാരണം ഇവർ ഓവർ ആങ്ഷ്യസ് ആണ്, രാത്രി മുഴുവൻ ഇത് ആലോചിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇതുണ്ട്. അപ്പോൾ അവർക്ക് രാവിലെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കൂടുതലായിരിക്കും. കാരണം റിസർവ് ഗ്ലൂക്കോസ് എല്ലാം കൂടെ അത് പിന്നെ ബ്ലഡിലേക്ക് ഇറങ്ങി കൂടുതൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയാണ് ആക്ച്വലി ബ്ലഡിലേക്ക് ഗ്ലൂക്കോസ് സർക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ അവർ ശരിക്കും ആക്ടിവിറ്റി ഒന്നും ഇല്ല.
അവർക്ക് ഈ ആങ്സൈറ്റി മാത്രമേ ഉള്ളൂ. അവർ ശരിക്കും പറഞ്ഞാൽ ഒരു വർക്കും ചെയ്യുന്നില്ല. അപ്പം നാച്ചുറലി ബ്ലഡ് ഷുഗർ കൂടും, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കൂടും. പക്ഷേ അങ്ങനെയുള്ളവരിൽ റാൻഡം ബ്ലഡ് ഷുഗർ അല്ലെങ്കിൽ PPBS എടുത്തു കഴിഞ്ഞാൽ വലിയ വേരിയേഷൻസ് കാണാറില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഡിഫറൻസ് മനസ്സിലാക്കുക, അതിൽ കൂടുതൽ പേടിക്കേണ്ട കാര്യമില്ല. സർ, അവസാനമായിട്ട് നമ്മൾ യുവാക്കൾക്ക് വേണ്ടിയിട്ട്, ഇന്ന് യുവാക്കൾക്കാണ് ഒരുപാട് ഡയബറ്റിക്സ് ആയിട്ട് അല്ലെങ്കിൽ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ ഒരുപാട് കൂടി വരുന്നത്. ഇവർക്ക് വേണ്ടിയിട്ട് ഇവർക്ക് അധികമായി പോകാതെ ഇരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇതിനെ റിവേഴ്സായിട്ട് തിരിച്ചു കൊണ്ടുവരേണ്ട പഴയ ജീവിതശൈലിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാറിന് എന്തെങ്കിലും അവരോടായിട്ട് പറയാനുണ്ടോ യുവാക്കൾക്ക് വേണ്ടിയിട്ട്? അതായത് ഇന്നിപ്പോൾ എനിക്ക് ഇന്നത്തെ നമ്മുടെ യുവാക്കളോടാണ് ശരിക്കും പറയാനുള്ളത്. കാരണം നമ്മുടെ യുവത്വത്തെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. കാരണം നമ്മുടെ യുവത്വത്തെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ തന്നെ ബാധിക്കും. കാരണം നമ്മുടെ എക്കോണമിയെ ബാധിക്കും, നമ്മുടെ എല്ലാ രീതിയിലും നമ്മളെ ബാധിക്കും, നമ്മുടെ നാടിനെ തന്നെ അത് നാശത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ യുവത്വം ആണ് നമ്മുടെ സമ്പത്ത്. അപ്പോൾ യുവത്വത്തെ ഏറ്റവും ഏറ്റവും കൂടുതലായിട്ട് ബാധിച്ചിരിക്കുന്ന ഒരു അസുഖം ഏതെന്ന് ചോദിച്ചാൽ ഡയബറ്റീസാണ്. പക്ഷേ ഇതാരും അത്ര മുഖവിലേക്ക് എടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഇവരെല്ലാം ഡയബറ്റീസ് മാനേജ് ചെയ്യാനാണ് പോകുന്നത്. നമുക്ക് ഡയബറ്റീസ് മാനേജ് ചെയ്യാൻ എളുപ്പമാണ്. കാരണം എന്തെങ്കിലും ചെറിയ ഗുളിക കഴിച്ചാൽ നമുക്ക് ബ്ലഡ് ഷുഗർ ലെവൽ നോർമലാക്കി വെക്കാം, ഷുഗർ കട്ട് ചെയ്താൽ ബ്ലഡ് ഷുഗർ ലെവൽ നോർമലാക്കി വെക്കാം, അല്ലെങ്കിൽ ഡയറ്റ് റെസ്ട്രിക്റ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ചെറിയൊരു എക്സസൈസ് ചെയ്താൽ ഷുഗർ നോർമലാക്കി വെക്കാം. പക്ഷേ ഇതുകൊണ്ടൊന്നും നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ പറ്റില്ല. ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറ്റാതെ ഇതിന് ഒരു ശാശ്വത പരിഹാരം ഇല്ല എന്നുള്ളത് നമ്മുടെ യൂത്ത് മനസ്സിലാക്കണം. അപ്പം ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറ്റണമെങ്കിൽ അതൊരു എക്സ്പേർട്ട് ഹെൽപ്പ് ഇല്ലാതെ അത് മാറ്റാൻ പറ്റില്ല. കാരണം ഇത് പ്രോപ്പറായിട്ട് അറിയാവുന്നതും ഇതിൻ്റെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ തന്നെ നിങ്ങളെ ഗൈഡ് ചെയ്താൽ മാത്രമേ ഈ ഡയബറ്റീസ് എന്തുകൊണ്ട് വരുന്നു എന്ന് മനസ്സിലാക്കാനും, ഡയബറ്റിക് കോംപ്ലിക്കേഷൻസ് ഏത് രീതിയിലാണ് അത് വരാൻ പോകുന്നതെന്ന് മനസ്സിലാക്കാനും, ആ ഡയബറ്റീസ് പൂർണ്ണമായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പറിച്ചു കളയാനും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്പേർട്ടിനെ കഴിയുള്ളൂ. അപ്പം അങ്ങനെ നിങ്ങൾ ഒരു കുറച്ച് കാലത്തെ ഒരു ശ്രമം കൊണ്ട്, ഒരു 1 ഇയർ കൊണ്ട് നിങ്ങൾക്ക് ആജീവാനന്തം നിങ്ങൾക്ക് ഫ്രീഡം കിട്ടും. ലൈഫിൽ ഫുൾ ഫ്രീഡം കിട്ടും. എന്ത് ഭക്ഷണവും പേടിക്കാതെ കഴിക്കാം. നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻസ് വരത്തില്ല. നിങ്ങൾക്ക് ആ യൂത്ത്ഫുൾനെസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് എനിക്ക് ഇന്നത്തെ യൂത്തിനോട് പറയാനുള്ളത്, ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്താൽ പ്രീ ഡയബറ്റിക് ആണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളൊരു റിവേഴ്സൽ സെൻറ്ററിൽ ഒരു എക്സ്പേർട്ട് ഡോക്ടറെ അടുത്ത് തന്നെ പോവുക. എന്നിട്ട് ആ ഡയബറ്റീസ് മാറ്റുക. ഇറ്റ് ഈസ് പോസിബിൾ നൗ. ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. എന്ത് തന്നെയാണെങ്കിലും ഡയബറ്റിക്സ് മാറ്റണമെന്ന് ആഗ്രഹമുള്ളവർ ഡോക്ടറിനെ കോൺടാക്റ്റ് ചെയ്യുക. കാരണം എനിക്കൊന്നു സ്വന്തം ജീവിതത്തിൽ നിന്ന് തന്നെ ഡയബറ്റിക്സ് വന്നപ്പോൾ അതിന് കൃത്യമായിട്ട് പരിഹാരം കണ്ടെത്തി അതിന് വേണ്ടിയിട്ട് യുവാക്കൾക്ക് വേണ്ടിയിട്ടും മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അത് മാറ്റാൻ വേണ്ടി ഒരുപാട് പരിശ്രമങ്ങൾ നടത്തുന്ന ഡോക്ടറാണ്. എന്താണെങ്കിലും ഡോക്ടർ ഒരുപാട് നന്ദിയുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡുമായിട്ട് വീണ്ടും ഇരിക്കാം.